ധ്വജാരോഹണ ചടങ്ങിനായി ഒരുങ്ങിക്കഴിഞ്ഞു അയോധ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ ധർമ്മ പതാക ഉയർത്തും. അയോധ്യയിലെ വർണ്ണാഭമായ കാഴ്ചകൾ കണ്ടുവരാം. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ നാളെ ധ്വജാരോഹണ ചടങ്ങുകൾ നടത്താനുള്ള ഒരുക്കങ്ങൾ തകൃതി. ക്ഷേത്രവും പരിസരവും പുഷ്പാലങ്കൃതമാണ്. ഏകദേശം 100 ടൺ പൂക്കൾ ഉപയോഗിച്ചാണ് അയോധ്യയെ അലങ്കരിച്ചിരിക്കുന്നത്. ധ്വജാരോഹണ ചടങ്ങിനായി വിവിധ തരത്തിലുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത്. ചരിത്ര നിമിഷത്തിന് പങ്കാളിയാകാൻ കഴിഞ്ഞതിന്റെ ആത്മനിർവൃതിയിലാണ് ജോലിയിലേർപ്പെട്ട തൊഴിലാളികൾ. सजावट का काम कर रहे हैं। भगवान राम के मंदिर की सजावट चल रही है। ये गेंदा है, पत्ता है और बहुत तरह के फूल हैं इसमें। नसीब है जी इतनी दूर आकर हम यहाँ फूल लगा रहे हैं। दिल्ली से आकर फूल लग रहा है हमारा यहाँ पे। हाँ, संतों का सबसे बड़ा सहयोग संतों का मिल रहा है आज यहाँ पर। सर बहुत अच्छा लग रहा है, काफी अच्छा लग रहा है, हद से ज्यादा अच्छा लग रहा है। सर इसमें श्री राम लिखा जा रहा है, जय श्री राम भी लिखा जा रहा है, सवित्री लिखा जा रहा है। जी सर, सत्यमेव जयते भी लिखा जा रहा है, सब लिखा जा रहा है. ക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തീകരണമാണ് ധ്വജാരോഹണം അടയാളപ്പെടുത്തുന്നത്. ത്രികോണാകൃതിയിലുള്ള കാവി പതാകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുക. ചടങ്ങിൽ ഭാരതത്തിലെ പുണ്യനഗരങ്ങളിൽ നിന്നുള്ള 108 ആചാര്യന്മാർ പങ്കെടുക്കും. രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ശിഖരത്തിന്റെ മുകളിലാണ് പതാക ഉയർത്തുന്നത്. നാഷണൽ ഡെസ്ക്, ജനം.